വെണ്ടയും കൂടി ഇടവിളയായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം വെണ്ട നട്ടതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് പാവൽ നട്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് വെണ്ടയും പാവലും ഒരുമിച്ച് വിളവെടുക്കാൻ സമയമായിട്ട് നിൽക്കുകയാണ്. പ്രീതി എന്ന് പറയുന്ന ഇനം പാവലാണ് ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അതുപോലെ ഭൂലി വിമുക്ത എന്ന ഹൈബ്രിഡ് ഇനം വെണ്ടയും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെണ്ട കായ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാവൽ ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയതേ ഉള്ളൂ, എങ്കിലും നമുക്ക് ഒരു നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൃഷി ചെയ്ത് നമുക്ക് നല്ല ഒരു വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയാണ് ഈ ഇടവിള കൃഷി രീതി. നമുക്ക് ഈ പാവലും വെണ്ടയും കൂടെ ഒരുമിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിൽ നിന്ന് നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ആദ്യം വെണ്ട നട്ട് ഏകദേശം ഒരു 4-5 ആയതിനു ശേഷമാണ് നമ്മൾ പാവൽ ഇതിൻ്റെ സൈഡിൽ നടുന്നത്. വെണ്ട വിളവെടുപ്പ് കഴിയാറാകുന്ന സമയത്തേക്ക് നമുക്ക് പാവൽ കായ്ച്ചു തുടങ്ങും. ഇത് രണ്ടും കൂടെ കൃഷി ചെയ്യുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കതിനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു കൃഷി രീതി നമുക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത് പാവൽ വിളവെടുക്കാറായി നിൽപ്പുണ്ട്, പാവലും വേണ്ടേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പും ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ പാവൽ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. പിടിച്ചു വരുന്നേ ഉള്ളൂ, എങ്കിലും നമുക്കൊരു 5 കിലോ പാവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഡിമാൻഡാണ് ഇപ്പോൾ. ഈ മഴ സമയം ആയതുകൊണ്ട് പാവയ്ക്ക് കുറവാണെങ്കിലും നല്ല വില കിട്ടുന്ന സമയമാണ്. ഇതിൻ്റെ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ അടുത്തത് നമുക്ക് വെണ്ട വിളവെടുപ്പാണേ. വളരെ ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് വെണ്ട. മഴയത്ത് നമുക്ക് കൃഷി ചെയ്യാം, ഏത് സമയത്ത് വെണ്ട കൃഷി ചെയ്താലും ഒരു പ്രശ്നമില്ല. നമുക്കൊരു 2 ദിവസത്തിലൊരിക്കൽ ഇതുപോലെ വെണ്ടയ്ക്ക വിളവെടുക്കാൻ പറ്റും. നല്ല ഒരു 5-6 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ കറിക്കാവും കേട്ടോ. നല്ല അടിപൊളി വെണ്ടയ്ക്കയാണിത്. വെണ്ട നടുന്ന സമയത്ത് നമ്മൾ അടിവളമായിട്ട് വേപ്പും പിണ്ണാക്കും അതുപോലെ എല്ലുപൊടിയും കോഴിവളവും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ അടിവളം കൊടുത്താണ് നട്ടത്. തൈ ഏകദേശം ഒരു 25 ദിവസം പ്രായമായപ്പോഴത്തേക്ക് ഞാനിതിന് പഞ്ചഗവ്യം കൊടുത്തായിരുന്നു. പഞ്ചഗവ്യം കൊടുത്തുകൊണ്ടാണ് ഇത്രത്തോളം കായ്മാനം കിട്ടുന്നത്. അതുപോലെ ചാണകം കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചഗവ്യവും ചാണകവും നല്ല രീതിയിൽ കൊടുത്താണ് ഞാൻ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ വെണ്ടയ്ക്ക വിളവെടുപ്പ് കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഒരു ബക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു 7 കിലോ വരും. നല്ല അടിപൊളിയല്ലേ. ഇന്നത്തെ വെണ്ടയ്ക്ക വിളവെടുപ്പും കഴിഞ്ഞു, പാവയ്ക്കയും കഴിഞ്ഞു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.